ഹായ്, ധനീഷ് ഫ്രം സ്കെയിലപ്പ് മിഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൂറിസം ഇൻഡസ്ട്രീനെ കുറിച്ചാണ്. ടൂറിസം ഇൻഡസ്ട്രി വളരെയധികം ഗ്രോത്ത് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇസ് ഇറ്റ് കറക്റ്റ്? ഈ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്, ആ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക? നമ്മൾ ഏതൊരു രാജ്യത്തിൻ്റെ GDP എടുത്തുനിന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രി വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഇന്ത്യയിൽ ഏകദേശം 10% താഴെയാണ് ടൂറിസം ഇൻഡസ്ട്രി GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അതായത് 2021 15 ലക്ഷം, 2022 ആകുമ്പോഴേക്കും 64 ലാക്സ്, ദെൻ 2023 92 ലാക്സ്. അത്രയും വലിയ ഗ്രോത്ത് ആണ് ഈ കോവിഡിന് ശേഷം കാണിക്കുന്നത്. മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് നോക്കാം. അതായത് 20 വർഷത്തെ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യണമെങ്കിൽ 2000 മുതൽ 2019 വരെ 378% ഗ്രോത്ത് കാണിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഏതാണതെന്നറിയോ? നമ്മളുടെ കേരളം. മാത്രമല്ല ഡൊമസ്റ്റിക് ടൂറിസത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും കേരളം തന്നെയാണ്. 70% ആണ് കേരളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കേരളത്തിന്റെ പൊട്ടൻഷ്യലിനെ പറ്റി എടുക്കുകയാണെങ്കിൽ, അതായത് വേൾഡിലെ ടോപ്പ് 10 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് കേരളം. ഇന്റർനാഷണൽ ടൂറിസം ബോഡിയുടെ പാർട്ട്ണർ സ്റ്റേറ്റും കൂടിയാണ് കേരളം. കേരളത്തിൽ ടൂറിസം സെഗ്മെന്റിൽ ഇത്രയധികം പൊട്ടൻഷ്യൽ ഉള്ളത് എന്തുകൊണ്ടാണ്? അതിൽ ഏറ്റവും വലുത് നമ്മുടെ ജിയോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റി തന്നെയാണ്. നമ്മൾക്ക് നല്ല ബീച്ച് ഉണ്ട്, അതേപോലെ ഹിൽ സ്റ്റേഷൻസുകളുണ്ട്, ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, വളരെ നല്ല ക്ലൈമറ്റ് ആണ്. അങ്ങനെ പല രീതിയിലും നമ്മൾ വളരെയധികം മുന്നോട്ടാണ്. മോർ ഓവർ ലാംഗ്വേജ് ആണ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ എടുക്കുകയാണെങ്കിലും ശരി, നമ്മൾ വളരെയധികം മുന്നോട്ടാണ്. ടൂറിസം ഇൻഡസ്ട്രിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആസ് ഓഫ് നൗ 10% ആണ് കേരളത്തിൻ്റെ GDP-യിലേക്ക് ഈ ഒരു ഇൻഡസ്ട്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ 2030 കൂടിയിട്ട് നമ്മളൊരു മിഷൻ 2030 എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് ഇനീഷ്യേഷൻ എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം 12% മുതൽ 20% വരെ GDP ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകളിൽ നിന്നും ഇൻവെസ്റ്റ്മെൻ്റ് എടുത്ത് വളരെ വലിയ രീതിയിൽ ടൂറിസം ഇൻഡസ്ട്രീനെ ഗ്രോ ചെയ്യിക്കണമെന്നുള്ള പ്ലാനുകളും സ്ട്രാറ്റജികളുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തെല്ലാം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതായത് ഒരുപാട് ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, അല്ലേ? അപ്പം നമ്മൾക്കൊരു ട്രാവൽ ഏജൻറ്റ് എന്നുള്ള ഒരു ബിസിനസ്സിനെ പറ്റി കൺസിഡർ ചെയ്യാം. പുറം രാജ്യത്തുള്ള ട്രാവൽ ഏജൻസീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മളുടെ ഫോറിനേഴ്സിനുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കലും അവരുടെ ടൂർ ഓപ്പറേറ്റ് ചെയ്യൽ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതോടൊപ്പം ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസുകളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ട്രാവൽ ഏജൻറ്റ് എന്ന് പറയുന്നത് വളരെ ഗ്രോത്ത് അർഹിക്കുന്ന ഒരു ബിസിനസ്സാണ്. മറ്റൊന്ന് റിസോർട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ട്രാവലേഴ്സ് വരുന്നുണ്ട്, ഫോറിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആണെങ്കിലും ശരി. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തിട്ട് റിസോർട്ടുകൾ ഒരു നല്ല ബിസിനസ്സാണ്. പല ആളുകളും ചെയിൻ ഓഫ് റിസോർട്ടുകൾ പ്ലാനിലുണ്ടാവും. അതേപോലെ അല്ല ചെറിയ ചെറിയ രീതിയിലുള്ള റിസോർട്ടുകളും നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ബിസിനസ്സാണ് ഹോം സ്റ്റേ. അതായത് വലിയ രീതിയിലുള്ള ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രാവലേഴ്സ് വരുന്നുണ്ട്. അവർക്ക് നമ്മളുടെ കൾച്ചറിനെ പറ്റി പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ഹോം സ്റ്റേകളും അതുപോലെ കുറച്ചുകൂടെ എക്കണോമിക് ആയിട്ടുള്ള ഫെസിലിറ്റീസും തരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ഹോം സ്റ്റേ വളരെ സാധ്യതകളുള്ള ഒരു ബിസിനസ്സാണ്. മറ്റൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ആയുർവേദ ആൻഡ് സ്പാ. അതായത് ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിലെ ആയുർവേദം വളരെ വേൾഡ് വൈഡ് ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ പല റിസോർട്ടുകളിലും അല്ലെങ്കിൽ പല ചെറിയ ചെറിയ ആയുർവേദ ഹോസ്പിറ്റലുകളും വളരെ ഫേമസ് ആണ് ഈ ഒരു ആയുർവേദ സെഗ്മെൻറ്റിൽ. അപ്പോൾ അവർ കുറച്ചുകൂടെ ബ്രാൻഡ് ചെയ്ത് കുറച്ചുകൂടെ മാർക്കറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഫോറിനേഴ്സിനായിട്ടുള്ളവരോ അല്ലെങ്കിൽ കേരളത്തിന് പുറമെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അവർക്ക് വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. കേരളത്തിൻ്റെ ജിയോഗ്രഫി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബീച്ചുകളുണ്ട്, അതുപോലെ ഒരുപാട് ലേക്കുകളുണ്ട്, അല്ലെ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്. വളരെയധികം സാധ്യതകളുള്ള മറ്റൊരു ബിസിനസ്സാണ് ഹൗസ് ബോട്ട്. അല്ലെങ്കിൽ ഹൗസ് ബോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ സെറ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മൾ ബോട്ടിന് റെസ്റ്റോറൻറ്റുകൾ സെറ്റ് ചെയ്യലാണെങ്കിലും അല്ലെങ്കിൽ ബീച്ച് ഹൗസുകൾ സെറ്റ് ചെയ്യലാണെങ്കിലും അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ബിസിനസ്സുകൾ ഈ ഒരു സെഗ്മെൻറ്റിലുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊന്ന് വയനാടാണ്. അതോടൊപ്പം കൊച്ചിയുണ്ട്, അതേപോലെ ആലപ്പിയുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, മൂന്നാറുണ്ട്. അങ്ങനെ പല വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുണ്ട്. വയനാടിന് ഒരുപാട് സ്പെഷ്യാലിറ്റികളുണ്ട്. ഒന്ന് അവിടുത്തെ ക്ലൈമറ്റാണ്. രണ്ടാമത്തത് അവിടുത്തെ നാച്ചർ ഭയങ്കര അധികം ഭംഗിയുള്ളതാണ്. അതായത് പ്ലാന്റേഷൻസും ഹിൽസും അതേപോലെ വാട്ടർഫാൾസുകളും
ലേക്കുകളും, അങ്ങനെ വളരെയധികം സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് വയനാട്. അതുകൊണ്ടാണ് ഇത്രയധികം ടൂറിസ്റ്റുകൾ അവിടേക്ക് എത്തിപ്പെടുന്നത്. ഇനിയും അവിടെ നല്ല ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ വളരെ അധികം ഗ്രോത്ത് സാധ്യതകളുള്ള ഒന്നാണ് വയനാട്. വയനാട് നെയ്ബറിംഗ് സ്റ്റേറ്റിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ്. അതായത് വളരെ അടുത്താണ് കർണാടക ഉള്ളത്, അതിൻ്റെ തൊട്ടടുത്താണ് തമിഴ്നാടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റേറ്റിൽ നിന്നുള്ള ടൂറിസ്റ്റ് വരാൻ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ ബാംഗ്ലൂർ പോലുള്ള ഒരു IT ഹബ്ബിൽ നിന്ന് വളരെയധികം ടൂറിസ്റ്റിൻ്റെ നല്ല ഫ്ലോ അവിടെ കിട്ടാറുണ്ട്. ചെന്നൈയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് വയനാട്ടിൽ വരാറുണ്ട്. ഇത് മാത്രമല്ല, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ടൂറിസ്റ്റ് എത്തിപ്പെടുന്ന സ്ഥലമാണ് വയനാട്. ആസ് എ ബിസിനസ് മാൻ നമ്മൾക്ക് ഈ ഗ്രോത്തിൻ്റെ ഭാഗമാവാൻ എങ്ങനെ പറ്റും? ഇതിലേറ്റവും നല്ല ഓപ്ഷൻ റിസോർട്ട് ബിസിനസ് ആണ്. കാരണം വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ റെഗുലർ ആയിട്ട്, അതായത് ഡെയിലി വരുമാനം കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റൊന്ന്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാൻഡിലും ബിൽഡിങ്ങിലും ആണ് എന്നുള്ളതിനെ കൊണ്ട് തന്നെ ആ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ചലഞ്ച്. 2 കോടിയോ 3 കോടിയോ വേണ്ടി. സെക്കൻഡ് ചലഞ്ച് എന്നുള്ളത് നല്ല വ്യൂവും നല്ല ഫെസിലിറ്റിയും കൊടുക്കുമ്പോൾ മാത്രമാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്. ഇതിനൊരു സൊല്യൂഷനായി കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ നല്ല വിഷ്വൽ ട്രീറ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങളുടെ പേരിലൊരു പ്രോപ്പർട്ടി വാങ്ങി രജിസ്റ്റർ ചെയ്ത് ആ സ്ഥലത്ത് നല്ലൊരു കോട്ടേജ് ഉണ്ടാക്കി എല്ലാ ഫെസിലിറ്റിയോട് കൂടിയിട്ട്, അതായത് നല്ല സ്വിമ്മിംഗ് പൂളുകളും അതേപോലെ ഗാർഡൻ ആണെങ്കിലും കിഡ്സ് പ്ലേ ഏരിയ ആണെങ്കിലും ശരി, പാർക്കിംഗ് ഏരിയ ആണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും കൂടിയിട്ടുള്ള ഒരു പ്രീമിയം ക്ലാസ് റിസോർട്ട്, അതും വെറും 30 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റിയും ഭൂമി അടക്കം 30 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതുമാത്രമല്ല, ഡെയിലി 10,000 രൂപ വരുമാനം എത്തിക്കുന്ന രീതിയിൽ ഒരു റവന്യൂ മോഡലാക്കി നിങ്ങൾക്ക് തരുന്നുണ്ടാവും. നമ്മുടെ ഒരു ഓൺ പ്ലാറ്റ്ഫോം ഉണ്ട്, 100ഓളം ട്രാവൽ ഏജൻസീസുമായിട്ട് കണക്റ്റഡ് ആണ്. മാത്രമല്ല, മേക്ക് മൈ ട്രിപ്പ്, Booking.com, അഡ്ഗോഡ പോലുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും നമ്മൾ ലിസ്റ്റ് ചെയ്ത് അവിടേക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇതിൽ കൺസ്ട്രക്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ക്ലയന്റിനെ മാനേജ് ചെയ്യുന്നതോ മാർക്കറ്റിങ്ങോ സെയിൽസ്, ടോട്ടൽ ഓവറോൾ റിസോഴ്സ് മാനേജ്മെന്റ് എല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയി. നമുക്ക് വളരെ നല്ല പ്രൈവസിയോട് കൂടിയിട്ട് എന്നാലും ഒരുപാട് കോസ്റ്റ് ഇല്ലാണ്ട്, അതായത് സ്റ്റാഫിനെ നമ്മൾ വളരെ ഒപ്റ്റിമം സ്റ്റാഫിനെ മാത്രം നിലനിർത്തി ആ സ്റ്റാഫിൻ്റെ സാലറി തന്നെ നമ്മൾ ഈ 5ഓ 8ഓ കോട്ടേജുകൾ ഷെയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളതിനെ കൊണ്ട് ഒരു കോട്ടേജ് ഓണർക്ക് വളരെ തുച്ഛമായ ഓപ്പറേഷൻ കോസ്റ്റേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഫെയിലിയറിനുള്ള സാധ്യത വളരെ കുറവുമാണ്. കേരളം പോലെ തന്നെയായിരുന്നു സിംഗപ്പൂരും. ഇന്ന് സിംഗപ്പൂർ എത്രത്തോളം ഡെവലപ്ഡ് ആണ്, കേരളം നിയർ ഫ്യൂച്ചറിൽ ഇത്ര തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാവണമെങ്കിൽ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ദിസ് സെഗ്മെൻറ്റ്.